students, welcome back to Bosco Campus Vision. In the previous session, we discussed the trading mechanism or the trading system of derivative markets in India. So in this session, we will look into the regulatory framework of derivative trading in India. So coming to the trading regulatory framework, Dr. L.C. Gupta Committee constituted by SEBI had laid down the regulatory framework for derivative trading in India. SEBI has also framed suggestive bylaws for derivative exchanges or segments and their clearing houses or corporations, which lays down the provision for trading and settlement of derivative contracts. സോ നമ്മൾ ഡെറിവേറ്റീവ് ട്രേഡിങ്ങിൻ്റെ ഹിസ്റ്ററി ഡിസ്കസ് ചെയ്തിരുന്നപ്പോൾ പറഞ്ഞൊരു കമ്മിറ്റിയുടെ പേരാണ് ഡോക്ടർ എൽ സി ഗുപ്ത കമ്മിറ്റി എന്ന് പറയുന്നത്. സോ ഇത് സെബി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയാണ് ഡെറിവേറ്റീവ് ട്രേഡിംഗ്, ഇന്ത്യയിലെ ഡെറിവേറ്റീവ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്ക് സെറ്റപ്പ് ചെയ്തത്. സോ ഇതിനു പുറമെ സെബിയും കുറച്ച് ബൈലോസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ചസിനും ക്ലിയറിംഗ് ഹൗസസിനൊക്കെ വേണ്ടിയിട്ടാണ്. സോ എങ്ങനെയാണ് ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൻ്റെ ട്രേഡിംഗ് നടത്തേണ്ടത്, അതെങ്ങനെയാണ് സെറ്റിൽമെൻറ്റ് ചെയ്യേണ്ടത്, സോ അതിൻ്റെയൊക്കെ ഒരു റൂൾസും റെഗുലേഷൻസും ഒക്കെ പറയുന്ന ഒരു ഫ്രെയിംവർക്കാണ് ഈ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. So the existing stock exchanges are permitted to trade derivatives subject to the following conditions. സോ ഇന്ത്യയിലെ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഡെറിവേറ്റീവ് ട്രേഡിങ്സ് കണ്ടക്ട് ചെയ്യാനുള്ള കണ്ടീഷൻസ് എൽ സി ഗുപ്ത കമ്മിറ്റിയും സെബിയും കൂടി ചേർന്ന് ഫോർമുലേറ്റ് ചെയ്തെടുത്ത കുറച്ച് ബൈലോസും കണ്ടീഷൻസും ആണ്. സോ ദ ഫസ്റ്റ് വൺ ഇസ് ട്രേഡിംഗ് ഷുഡ് ടേക്ക് പ്ലേസ് ത്രൂ ആൻ ഓൺലൈൻ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ്. സോ ഒരു ഓൺലൈൻ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിങ്ങിലൂടെ ആവണം ഒരു ഡെറിവേറ്റീവ് ട്രേഡിങ് കണ്ടക്ട് ചെയ്യേണ്ടത്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓൺലൈൻ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് ആണ് നീറ്റ് F&O എന്ന് പറയുന്നത്. സോ ആ ഒരു ഓൺലൈൻ ബേസ്ഡ് സ്ക്രീനിലൂടെയാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ട്രേഡിംഗ് നടക്കുന്നത്. നെക്സ്റ്റ് ഇസ് ദാറ്റ് ആൻ ഇൻഡിപെൻഡൻറ്റ് ക്ലിയറിംഗ് കോർപ്പറേഷൻ ഷുഡ് ഡു ദ ക്ലിയറിംഗ് ഓഫ് ദ ഡെറിവേറ്റീവ് മാർക്കറ്റ്. സോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ക്ലിയറിംഗ് കോർപ്പറേഷൻ ആയിരിക്കണം സെറ്റിൽമെൻറ്റ്സ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ക്ലിയർ ചെയ്യേണ്ടത്. അതായത് ഒരു ട്രേഡിംഗ് മെമ്പർ ആവാൻ പാടില്ല, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലിയറിംഗ് ഹൗസ് അല്ലെങ്കിൽ ക്ലിയറിംഗ് കോർപ്പറേഷൻ ആയിരിക്കണം ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൻ്റെ ട്രേഡിങ് സെറ്റിൽ ചെയ്യേണ്ടത്. സെറ്റിൽമെൻറ്റ് നടത്തുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ബയറിനും സെല്ലറിനും അങ്ങോട്ടും ഇങ്ങോട്ടും അസറ്റും ക്യാഷും കൈമാറുന്ന അത് ചെയ്യുന്നത് ഒരു ക്ലിയറിംഗ് ഹൗസ് അല്ലെങ്കിൽ കോർപ്പറേഷനാണ്. സോ അതൊരു ഇൻഡിപെൻഡൻറ്റ് ക്ലിയറിംഗ് കോർപ്പറേഷൻ ചെയ്യണമെന്നാണ് സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത്. നെക്സ്റ്റ്, ദ എക്സ്ചേഞ്ച് ഷുഡ് ഹാവ് ആൻ ഓൺലൈൻ സർവൈലൻസ് കേപ്പബിലിറ്റി വിച്ച് മോണിറ്റേഴ്സ് പൊസിഷൻസ്, പ്രൈസ് ആൻഡ് വോളിയൂംസ് ഇൻ റിയൽ ടൈം സോ ആസ് ടു ഡിറ്റക്ട് മാർക്കറ്റ് മാനിപ്പുലേഷൻസ്. സോ കറക്റ്റായിട്ട് മാർക്കറ്റ് പൊസിഷൻസും പ്രൈസും വോളിയൂം ഓഫ് ചേഞ്ച് ഒക്കെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട്, റിയൽ ടൈമിലെ പ്രൈസും വോളിയൂംസും പൊസിഷൻസും ഒക്കെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടുള്ള സർവൈലൻസ് ഫെസിലിറ്റി ഒരു എക്സ്ചേഞ്ചിൽ ഉണ്ടായിരിക്കണം. സോ ഇതെന്ന് പറയുന്നത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കറക്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന ഡിസ്പ്യൂട്ട്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓൺലൈൻ സർവൈലൻസ് ഫെസിലിറ്റിയുടെ കണ്ടീഷൻ വെക്കുന്നത്. And next is that the information about traded quantities and codes should be disseminated by the exchange in the real time over at least 2 information vending networks which are accessible to the investors in the country. സോ എത്ര ക്വാണ്ടിറ്റിയുടെ ട്രേഡിംഗ് ആണ് നടക്കുന്നത്, അതിൽ എത്ര എണ്ണമാണ് സെല്ല് ചെയ്യാൻ ഇട്ടേക്കുന്നത്, എത്ര എണ്ണം ബൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള കറക്റ്റ് ഇൻഫോർമേഷൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് റിവീൽ ചെയ്യണം. സോ ക്വാണ്ടിറ്റീസും കോഡ്സും ഒക്കെ ഇൻവെസ്റ്റേഴ്സിന് ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ അവൈലബിൾ ആക്കുക എന്നതാണ് ഫോർത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ അറ്റ്ലീസ്റ്റ് 2 ഇൻഫോർമേഷൻ വെൻഡിങ് നെറ്റ്വർക്ക്സ് എന്നാണ് പറയുന്നത്. സോ കുറഞ്ഞത് 2 ഇൻഫോർമേഷൻ വെൻഡിങ് നെറ്റ്വർക്ക്സ് വഴിയെങ്കിലും ഈ ഇൻഫോർമേഷൻസ് അവൈലബിൾ ആക്കണം. അത് രാജ്യത്തുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ആക്സസ് ചെയ്യാനും സാധിക്കണം. ആൻഡ് ദ ഫിഫ്ത്ത് കണ്ടീഷൻ ഇസ് ദാറ്റ് ദ എക്സ്ചേഞ്ച് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 50 മെമ്പേഴ്സ് ടു സ്റ്റാർട്ട് ഡെറിവേറ്റീവ്സ് ട്രേഡിംഗ്. സോ ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാൻ 2 പേര് വേണം എന്ന് പറയുന്നത് പോലെ ഒരു ഡെറിവേറ്റീവ് ട്രേഡിംഗ് കമൻസ് ചെയ്യാനായിട്ട് മിനിമം വേണ്ടുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 50 മെമ്പേഴ്സാണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ദാറ്റ് ദ ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഷുഡ് ബി ഡൺ ഇൻ എ സെപ്പറേറ്റ് സെഗ്മെൻറ്റ് വിത്ത് എ സെപ്പറേറ്റ് മെമ്പർഷിപ്പ്. ദ മെമ്പർ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് സെഗ്മെൻറ്റ് ഓഫ് ദ എക്സ്ചേഞ്ച് വിൽ നോട്ട് ഓട്ടോമാറ്റിക്കലി ബിക്കം ദ മെമ്പർ ഓഫ് ദ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ്. സോ ഒരു എക്സ്ചേഞ്ചിൽ നടക്കുന്ന ഡെറിവേറ്റീവ് ട്രേഡിങ്ങിന് സെപ്പറേറ്റ് മെമ്പർഷിപ്പ് എടുക്കേണ്ടി വരും. സോ സാധാരണ രീതിയിലുള്ള സ്റ്റോക്സ് ഡീല് ചെയ്യാനുള്ള മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലും അത് നമുക്ക് ഡെറിവേറ്റീവ് ട്രേഡിങ്സിന് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഡെറിവേറ്റീവ് ട്രേഡിംഗ് നടക്കുന്നത് ഒരു സെഗ്മെൻറ്റ് വേറെയാണ്. F&O സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു വേറെ സെഗ്മെൻറ്റിലാണ് ഡെറിവേറ്റീവ് ട്രേഡിംഗ് നടക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് മെമ്പർഷിപ്പ് എടുത്താലേ സാധിക്കൂ.
And the seventh point is that the derivative exchange or segment should have arbitration and investor grievances redressal mechanism operative from all 4 areas or regions of the country. സോ ഒരു ഡെറിവേറ്റീവ് ട്രേഡിംഗ് കണ്ടക്ട് ചെയ്യുന്ന എക്സ്ചേഞ്ചിൽ അല്ലെങ്കിൽ സെഗ്മെൻറ്റിന് ആർബിട്രേഷൻ ഫെസിലിറ്റി, അതായത് മധ്യസ്ഥത തീരുമാനമെടുക്കാനുള്ള ഫെസിലിറ്റിയും അതുപോലെ ട്രേഡിങ്ങിനെ സംബന്ധിച്ചുള്ള ഇൻവെസ്റ്ററിൻ്റെ ഗ്രീവൻസസ് ഒക്കെ അഡ്രസ്സ് ചെയ്യാനുള്ള മെക്കാനിസവും രാജ്യത്തിൻ്റെ 4 ഭാഗത്തു നിന്നുമുള്ള ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ഗ്രീവൻസസ് ഒക്കെ അഡ്രസ്സ് ചെയ്യാനുള്ള മെക്കാനിസവും ഒരു എക്സ്ചേഞ്ച് പ്രൊവൈഡ് ചെയ്തിരിക്കണം. സോ ഇത് തന്നെയാണ് 8th പോയിന്റും പറയുന്നത്. ദ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ഓർ സെഗ്മെൻറ്റ് should have the satisfactory system of monitoring investor complaints and preventing irregularities in trading. സോ ഗ്രീവൻസസ് ഒക്കെ സ്വീകരിക്കുന്നത് പോലെ തന്നെ ഇൻവെസ്റ്ററിൻ്റെ കംപ്ലയിൻസും, അതായത് ട്രേഡിങ്ങിൽ ഉണ്ടായേക്കാവുന്ന ഇറഗുലാരിറ്റീസ് എല്ലാം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എക്സ്ചേഞ്ച് ശ്രദ്ധിക്കണം. സോ ഇൻവെസ്റ്റർ കംപ്ലയിൻസ് മോണിറ്റർ ചെയ്യാനും ട്രേഡിങ്ങിലുള്ള ഇറഗുലാരിറ്റീസ് എല്ലാം പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ടറി സിസ്റ്റം എക്സ്ചേഞ്ചിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഈ പോയിന്റ് പറയുന്നത്. Next, the derivative market should have a separate governing council and representation of trading or clearing members shall be limited to minimum of 40% of the total members of the governing council. So, derivative marketന് ഒരു സെപ്പറേറ്റ് ഗവേണിംഗ് കൗൺസിൽ ഉണ്ടായിരിക്കണം. അതിൽ ട്രേഡിംഗ് മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ക്ലിയറിംഗ് മെമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 40% ആയിരിക്കണം. അതായത് ആ ഗവേണിംഗ് കൗൺസിലിലെ ട്രേഡിങ്ങും ക്ലിയറിംഗ് മെമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 40% ആയിട്ട് ലിമിറ്റഡ് ആണ്. അതായത് ഇപ്പോൾ 10 പേരാണ് ഗവേണിംഗ് കൗൺസിലിൽ ഉണ്ടെങ്കിൽ 4 പേര് മാത്രമായിരിക്കും ട്രേഡിംഗ് അല്ലെങ്കിൽ ക്ലിയറിംഗ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് ദാറ്റ് ദ ചെയർമാൻ ഓഫ് ദ ഗവേണിംഗ് കൗൺസിൽ ഓഫ് ദ ഡെറിവേറ്റീവ് ഡിവിഷൻ ഓർ എക്സ്ചേഞ്ച് ഷുഡ് ബി എ മെമ്പർ ഓഫ് ദ ഗവേണിംഗ് കൗൺസിൽ. And if the chairman is broker or dealer, then he should not carry on any broking and dealing on any exchange during the tenure. സോ ഒരു ഡെറിവേറ്റീവ് എക്സ്ചേഞ്ചിൻ്റെ ഗവേണിംഗ് കൗൺസിലെ ചെയർമാൻ എന്ന് പറയുന്നത് ആ ഗവേണിംഗ് കൗൺസിലിലെ ഒരു മെമ്പർ ആയിരിക്കണം. അതുപോലെ തന്നെ ആ ചെയർമാൻ ഒരു ട്രേഡിങ്ങോ ക്ലിയറിങ്ങോ മെമ്പർ ആണെങ്കിൽ, അതായത് ഒരു ബ്രോക്കറോ ഡീലറോ ആണെങ്കിൽ, അദ്ദേഹം ആ ചെയർമാനായിട്ട് ഇരിക്കുന്ന കാലത്തോളം അദ്ദേഹം ഒരു ബ്രോക്കിങ്ങിലോ ഡീലിങ്ങിലോ ഏർപ്പെടാനായിട്ട് പാടില്ല. സോ ചെയർമാൻ എന്ന് പറയുന്നത് ഗവേണിംഗ് കൗൺസിലിലെ ഒരു മെമ്പർ ആയിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹം ആ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നിടത്തോളം അദ്ദേഹം ഒരു ബ്രോക്കിങ്ങോ ഡീലിങ്ങോ ആക്ടിവിറ്റിയിൽ ഏർപ്പെടാൻ പാടില്ല. നെക്സ്റ്റ് ഇസ് ദാറ്റ് ദ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് ഓഫ് ദ എക്സ്ചേഞ്ച് വുഡ് ഹാവ് എ സെപ്പറേറ്റ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട്. ഒരു എക്സ്ചേഞ്ചിലെ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട് എന്നൊരു ഫണ്ട് രൂപീകരിച്ചിരിക്കണം. സോ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇൻവെസ്റ്ററിൻ്റെ പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ളൊരു ഫണ്ടാണത്. And next is that the clearing house or corporation shall establish facilities for electronic fund transfer for swift movement of margin payments. സോ നമ്മൾ മാർജിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരുന്ന ഒരു മാർക്ക് ടു മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ആണ്. സോ മാർക്കറ്റിൽ ചേഞ്ചസ് ഉണ്ടാകുന്നതനുസരിച്ച് മാർജിൻ എമൗണ്ടിലും ചേഞ്ചസ് വരാം. സോ ഇനീഷ്യൽ മാർജിൻ, മെയിൻ്റെനൻസ് മാർജിൻ, വേരിയേഷൻ മാർജിൻ എന്ന 3 മാർജിന് നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ മാർജിൻ്റെ വരുന്ന ചേഞ്ചസ് ബയറിൻ്റെയും സെല്ലറിൻ്റെയും അക്കൗണ്ടിലേക്ക് ഉടനടി തന്നെ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്നുണ്ട്. സോ ഇത് ചെയ്യുന്നത് ക്ലിയറിംഗ് ഹൗസ് അല്ലെങ്കിൽ കോർപ്പറേഷനാണ്. സോ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സ്വിഫ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഫെസിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം എന്നാണ് 12th പോയിന്റ് പറയുന്നത്. അതായത് മാർജിൻ പേയ്മെൻറ്റ്സിൽ ഡിലേ ഒന്നും വരാതിരിക്കാൻ ദ ക്ലിയറിംഗ് ഹൗസ് ഓർ കോർപ്പറേഷൻ ഷുഡ് എസ്റ്റാബ്ലിഷ് ഫെസിലിറ്റീസ് ഫോർ ദ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. Next, in the event of a member defaulting in meeting its liabilities, the clearing house or corporation shall transfer client positions and assets to another solvent member or close out all positions. സോ ഇനി പേയ്മെൻറ്റ് ടൈമിൽ ഏതെങ്കിലും ഒരു മെമ്പർ, അതായത് ബയറോ സെല്ലറോ ഡിഫോൾട്ട് ചെയ്യുകയാണെങ്കിൽ, പേയ്മെൻറ്റ് നടത്താതിരിക്കുകയാണെങ്കിൽ, ക്ലിയറിംഗ് ഹൗസിന് അയാളുടെ പൊസിഷൻ മറ്റൊരു സോൾവെൻറ്റ് മെമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ആ നിലവിലുള്ള കോൺട്രാക്റ്റ് ലാപ്സ് ആക്കുകയോ ചെയ്യാം. അതായത് എല്ലാ പൊസിഷനും ക്ലോസ് ചെയ്യാം. സോ ഇൻ കേസ് ഏതെങ്കിലും ഒരു മെമ്പർ ഡിഫോൾട്ട് ചെയ്യുകയാണെങ്കിൽ ആ പൊസിഷൻ മറ്റൊരു ക്ലയൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ നിലവിലുള്ള പൊസിഷൻസ് ക്ലോസ് ഔട്ട് ചെയ്യുകയും ചെയ്യാം. സോ പൊസിഷൻസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ലോങ് പൊസിഷൻ എന്ന് പറയുമ്പോൾ വാങ്ങുന്ന ആളെയാണ് ലോങ് പൊസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ അസറ്റ് സെല്ല് ചെയ്യുന്ന ആളെയാണ് നമ്മൾ സെൽ അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷൻ എന്ന് പറയുന്നത്. Okay, next, the clearing house or corporation shall hold the client's margin money in trust for client's purpose only and should not allow its diversion for any other purpose. സോ ക്ലയൻസ് മാർജിനായിട്ട് കൊടുക്കുന്ന എമൗണ്ട് അവരുടെ ആവശ്യത്തിന് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ.
ക്ലിയറിംഗ് ഹൗസ് ആണ് മാർജിൻ മണി മാനേജ് ചെയ്യുന്നത്. സോ ക്ലയൻസിൻ്റെ പേർപ്പസിന് വേണ്ടിയിട്ട് മാത്രമേ ആ മാർജിൻ മണി യൂസ് ചെയ്യാവുള്ളൂ, അല്ലാതെ ഒരു പർപ്പസിനും ആ മാർജിൻ മണി യൂസ് ചെയ്യാൻ പാടില്ല. And the last condition is that the clearing house or corporation shall have a separate trade guarantee fund for the trades executed on derivative exchange segment. സോ നേരത്തെ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട് പറഞ്ഞതുപോലെയാണ് സെപ്പറേറ്റ് വേറൊരു ഫണ്ടാണ് ട്രേഡ് ഗ്യാരണ്ടി ഫണ്ട് എന്ന് പറയുന്നത്. സോ ആ എക്സ്ചേഞ്ചിലെ സെഗ്മെൻറ്റിൽ നടക്കുന്ന എല്ലാ ട്രേഡിങ്ങിനും, എല്ലാ ഡെറിവേറ്റീവ് ട്രേഡിങ്ങിനും ഒരു സെപ്പറേറ്റ് ട്രേഡ് ഗ്യാരണ്ടി ഫണ്ട് ക്ലിയറിംഗ് ഹൗസസിന് ഫോം ചെയ്യാവുന്നതാണ്. So these are the various conditions on the basis of which derivatives trading are permitted on the existing stock exchanges. Hope all are clear with the regulatory framework and the various conditions. Thank you.